മാനസ് എന്ന് പറയുന്നത് ഒരു ചാറ്റ് ജി പി ടി പോലെ ഒരു ലാർജ് ലാംഗ്വേജ് മോഡലല്ല. വിവിധ മോഡലുകൾ ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ള ഒരു മൾട്ടി ഏജന്റിക് സിസ്റ്റം ആണ്. അതായത് ഇപ്പോൾ നമുക്ക് ആപ്പിൾ സിരി അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് പോലെയുള്ള വെർച്വൽ അസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഓട്ടോണമസ് കാറുകൾ പോലെയുള്ള സങ്കേതങ്ങളൊക്കെ പരിചയമുണ്ട്. സ്വയം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഡ്രോണുകളുടെ കളക്ഷൻ. ഇങ്ങനെ ഒരു നിർദ്ദിഷ്ട ജോലിക്കായി AI ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏജന്റ് എന്ന് പൊതുവെ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ചാറ്റ് ജി പി ടി തന്നെ ഒരു AI ഏജന്റ് ആണ്. കാരണം GPT എന്ന് പറയുന്ന ട്രാൻസ്ഫോമർ മോഡലിന്റെ പുറത്ത് അല്ലെങ്കിൽ ആ സങ്കേതം ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധാരണക്കാർക്ക് സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഇന്റർഫേസ് നമുക്ക് തരികയാണ് ഈ ചാറ്റ് ജി പി ടി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതുമായിട്ട് സംവദിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള നിർദ്ദിഷ്ട ജോലികൾ ചെയ്യുന്ന ഏജന്റുകളുടെ കാലമാണ് ഇത് എന്നാണ് ഓപ്പൺ AI തന്നെ പറയുന്നത്. 2025 ഏജന്റുകളുടെ വർഷമാണ്. അതുപോലെ ആഗോള തൊഴിൽ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ലേബർ മാർക്കറ്റിലേക്ക് ഏജന്റുകൾ പങ്കുചേരുന്ന ഒരു വർഷമാണെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നിർദ്ദിഷ്ട ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ചാറ്റ് ജി പി ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്നു, അതിനൊരു പ്രതികരണം കിട്ടുന്നു, നമ്മൾ അങ്ങനെ തുടർച്ചയായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഈ മാനസ് അങ്ങനെ വിവിധ ഏജന്റുകളെ ചേർത്തിട്ട് ഒരു സൂപ്പർ ഏജന്റ് എന്നൊക്കെ വേണം വിളിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു ജോലിയാണ് മാനസ് ചെയ്യുന്നത്. അപ്പൊ അതിന് പ്രത്യേകമായിട്ട് മോഡലുകളൊന്നും അവർ സൃഷ്ടിച്ചിട്ടില്ല. നിലവിലുള്ള ആന്ത്രോപിക്കിന്റെ ക്ലോഡ് അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ അതുപോലെയുള്ള വിവിധ മോഡലുകളുണ്ട്. ഈ മോഡലുകളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കാര്യം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി, അതായത് നമ്മളിപ്പോൾ ഒരു ജോലിക്കാരനെ വിളിക്കുന്നതിന് പകരം ഒന്നിലധികം വിവിധ കാര്യങ്ങൾ ചെയ്യുന്ന ജോലിക്കാരെ വിളിച്ചിട്ട് അവരെ എല്ലാം കൂടെ ഒരു പണി ഏൽപ്പിക്കുന്നത് പോലത്തെ ഒരു കാര്യമാണ് മാനസ് ചെയ്യുന്നത്. അതിനെ അവർ ജനറൽ AI ഏജന്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ ഇടപെടലില്ലാതെ നമുക്ക് വിവിധ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അത് പുറത്തുവിട്ട് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പേ തന്നെ ഇന്നലെ ഓപ്പൺ AI ഒരു ഡെവലപ്പർമാർക്ക് ഏജന്റുകൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ഡെവലപ്മെന്റ് കിറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് 2025 AI ഏജന്റുമാരുടെ വർഷമാണെന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മിക്കവാറും ജനറേറ്റീവ് AI വരുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽസ് അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയാണ്. അപ്പൊ അത് പക്ഷേ സാധാരണക്കാർക്ക് അത്ര എളുപ്പമല്ല. കാരണം നല്ല പണച്ചെലവുള്ളതും സാങ്കേതിക പരിജ്ഞാനം വേണ്ട കാര്യം കൂടിയാണ്. അപ്പൊ അതിന് ഒരു നമുക്കിടയിൽ നിൽക്കുന്ന ഒരു റോളാണ് തീർച്ചയായിട്ടും ഈ ഏജന്റുകൾക്കുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഡിസ്റപ്ഷൻ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ചെറിയ കമ്പനിക്ക് തീർച്ചയായിട്ടും അത് ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അതിന് ഏതായാലും കുറച്ച് ജോലിക്കാർ വേണം. ഉദാഹരണത്തിന് അതിന് മാർക്കറ്റിങ്ങിന് ആളെ വേണം, സാങ്കേതിക കാര്യങ്ങൾ നോക്കാൻ ആൾ വേണം, ഹ്യൂമൻ റിസോഴ്സ് നോക്കാൻ ആൾ വേണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ കമ്പനി ആരംഭിക്കുമ്പോഴത്തേക്കും ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ആൾക്കാരെ ഹയർ ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഒരു ഏജന്റ് അവിടെ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ജനറൽ മൾട്ടി ഏജന്റ് സിസ്റ്റം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള റോളുകളെല്ലാം പരമാവധി ഒഴിവാക്കി അവരെല്ലാം ചെയ്യേണ്ട പണികളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ മൾട്ടി ഏജന്റ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഇത് തുടക്കം മാത്രമാണ്. ഇത് ഒരു പൂർണ്ണമായ കഴിവ് നേടിക്കഴിഞ്ഞാൽ തീർച്ചയായും ധാരാളം തൊഴിലുകളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഓണ്ടർപ്രണറുടെ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പണച്ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും നടത്തിക്കൊണ്ടു പോകാനും ഒക്കെ സാധിക്കും. അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇപ്പോ റിക്രൂട്ട്മെന്റ് നടത്തുന്ന പലരെ പറ്റിയുള്ള ഒരു പരാതി ഓണ്ടർപ്രണേഴ്സിന് ഉള്ളത് ട്രെയിനിങ്ങിനും അല്ലെങ്കിൽ നോളജ് ഗ്യാപ്പ് അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി ഇല്ലായ്മ എന്നൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ട്. അതായത് ഒരാളെ റിക്രൂട്ട് ചെയ്താൽ പോരാ, പരിശീലിപ്പിക്കാനും ഒക്കെയുള്ള ചെലവുകളും പിന്നെ ജനറേഷൻ ഗ്യാപ്പ്, ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന ഓണ്ടർപ്രണേഴ്സ് തീർച്ചയായിട്ടും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ്വെയർ അവർക്ക് പകരം വയ്ക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവർ ആ വഴിക്ക് പോകും. കാരണം പണച്ചെലവും കുറവാണ്, ഒരാളെ ഹയർ ചെയ്യേണ്ട പ്രോസസ്സുകളും പിന്നീട് അവരെ റീറ്റേൺ ചെയ്യാനുള്ള പ്രശ്നങ്ങളും പിരിച്ചുവിടണമെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ സോഫ്റ്റ്വെയറിന് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഒരു വേറെ ഒരു വശം.